എന്നാൽ അക്കാലത്ത് തന്നെ BJP ചേർന്ന ഒരു കോട്ടയംകാരനുണ്ട്. ആ കോട്ടയംകാരനാണ് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പാല സെന്റ് തോമസ് കോളേജിലായിരുന്നു അന്ന് ജോർജ് കുര്യൻ പഠിച്ചത്. അവിടെ KSCM-ഉം KSCJ-യുമാണ് പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ. അതായത് ജോസഫിന്റെയും മാണിയുടെയും വിദ്യാർത്ഥി സംഘടനകൾ. പിന്നെ ജോർജ് കുര്യൻ വിദ്യാർത്ഥി പരിഷത്തിന്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. BJP-കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും പുച്ഛിച്ചു തള്ളുന്ന സമയത്ത് RSS ബാന്ധവത്തിന്റെ പുറത്ത്, ഹിന്ദുത്വ രാഷ്ട്ര സങ്കല്പത്തിന്റെ പുറത്ത് ഹിന്ദു നേതാക്കന്മാർ BJP-യും RSS-ഉമായാൽ മനസ്സിലാക്കാം. എന്നാൽ ജോർജ് കുര്യനെ പോലെ ഒരു ക്രിസ്ത്യാനി, അതും പള്ളിയിൽ പോകുന്ന നല്ല ദൈവഭയമുള്ള ഒരു ക്രിസ്ത്യാനി BJP-യുടെ പിന്നാലെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് എല്ലാവരും കളിയാക്കി. ജോർജ് കുര്യൻ ഒരിക്കൽ പോലും അവസരം തേടി മറുഭാഗത്തേക്ക് പോയിട്ടില്ല. ആ സമയത്ത് ഏറ്റുമാനൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ തോൽക്കാൻ വേണ്ടി ഒരു മടിയുമില്ലാതെ മത്സരിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തിരുന്ന ആളാണ് ജോർജ് കുര്യൻ. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമൊക്കെ ഏറെ പ്രിയപ്പെട്ടവനാണ് ജോർജ് കുര്യൻ എന്നതുകൊണ്ട് തന്നെയാണ് വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് ജോർജ് കുര്യനെ വയനാട്ടിലേക്ക് അയച്ചത്.